എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ. അപ്പോൾ കിച്ചുവിൻ്റെ ഒരു റിപ്ലൈക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത്. രേണുസുധി റിലേറ്റഡ് ആയിട്ട്, രേണുസുധിയുടെ അസുഖം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ചാനലിൽ വരുന്നുണ്ട്. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും കുറേ നല്ല വശങ്ങൾ പറഞ്ഞിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങളീ പലരും എസ്പെഷ്യലി ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയൊരു സാധനമാണ്. സോ അന്ന് മുതൽ എൻ്റെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കണക്റ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിലുള്ളവർ പലരും കോൺടാക്ട് ചെയ്തിട്ട് പല കാര്യങ്ങൾ ഈ അസുഖത്തിനെ പുള്ളിക്കാരിനെ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതെവിടെയെങ്കിലും ഒന്ന് പറയണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളത് എനിക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ പേടിയാണ്. കാര്യം എന്താ അറിയോ, ഒരു ബോധവും വെളിവില്ലാത്ത, ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത കുറേ കഴുതകൾ വന്നിട്ട് നമ്മളെ തെറി വിളിക്കും. എന്താ പറയണേ, എന്താ കാര്യം ഒന്ന് ചിന്തിക്കാനുള്ളൊരു മിനിമം ബോധമില്ല. എസ്പെഷ്യലി കുറേ ചേച്ചിമാർ, കുറേ അമ്മച്ചിമാരെന്ന് പറയാം, സീരിയൽ ഓഡിയൻസിൽ ആ സീരിയലിൽ ഭ്രമിച്ചിരിക്കുന്ന കുറേ സാധനങ്ങളില്ലേ, അങ്ങനത്തെ കുറേ എണ്ണങ്ങൾ. എന്ത് തേങ്ങ എടുത്ത് മുമ്പിൽ വെച്ച് കൊടുത്താലും പറ്റൂല, അതല്ല ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു നടക്കണ കുറേ കോവറ് കഴുതകൾ. അങ്ങനെയുള്ളവരെ കാര്യം അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല വർത്താനം പറയത്തുള്ളൂ. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, നല്ല വർത്താനം തിരിച്ച് കേൾക്കും. അത് വിട്. എന്നാലും ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുള്ള് കാണും. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ട്. പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, ബട്ട് ലെറ്റ്സ് സീ. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ, ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചു ബാക്കി പറയാനുള്ളത് ഞാൻ കേൾപ്പിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച ആളാരാന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, ഈ ആൾക്കാർക്ക് കുറേ പേർക്ക് ഇവർ വീട്ടിലേക്ക് പോകാത്തതും വരാത്തതും വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കാത്തതും നാളെ മറ്റേ സാമ്പാർ ഉണ്ടാക്കണം, ഇതൊക്കെ തമ്മിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ രേണുസുധിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കണ്ടൻറ്റ് എടുത്ത് നോക്ക്. അൺവാണ്ടഡായിട്ട് ഒരു കാര്യമില്ലാതെ റിലവൻ്റ് അല്ലാത്തൊരു കോണ്ടൻറ്റ് ഞാൻ ഇട്ടിട്ടില്ല. അതായത് വായുന്ന് എടുത്തിട്ട് ഓരോന്നൊക്കെ ഞാൻ തന്നെ സങ്കല്പിച്ചെടുത്തിട്ട് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ പഴയ ചാനലിലായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് 2-3 വീഡിയോസ് രേണുവിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇൻസ്റ്റയിലും കിടക്കുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവനൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് നീ ഹേറ്റേഴ്സ് പറയണം, നോക്കണ്ട, നീ പോ. എന്തുവാണ് ഇത്, മറ്റേ കുടുംബക്കാരും വല്ലതാണ് ഇത്ര ദണ്ഡിക്കാൻ വേണ്ടി ആലോചിക്കണേ. ഇതിന് ശേഷം കിച്ചു പറയുന്ന കാര്യങ്ങളാണ്, അതാണ് എനിക്ക് കുറേ വാലിഡായിട്ട് തോന്നിയത്. എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഈ മെസ്സേജ് ഞാനൊന്നുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. അതായത് അവൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിതപ്പനെ ഓർത്തെങ്കിലും അവനെക്കുറിച്ചെങ്കിലും ഓർത്തുകൂടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരതിന് റിപ്ലൈ എടുത്തേക്കണത്, അതിൽ ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്ന്. ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്ന അതിൽ അത്രയും വൃത്തികേടായിട്ടാണ് അവർ കാണിച്ചു കൂട്ടിയത്. ഞാൻ ആ വീഡിയോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ പോലും ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, പാവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ പോലും അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ കൃത്യമായിട്ട് അവർ കാണിച്ചു വെച്ച ആക്ടിവിറ്റി എന്താണ്, ആക്ട് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർക്ക് ഈ അസുഖത്തെക്കുറിച്ച് അറിയില്ലായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞു വന്നൊരു വേർഷൻ അവർ പറയുന്നത് എന്താ, ഇതിനൊക്കെ വേണ്ടി കാശ് സ്വരൂപിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയതും അതിലേക്ക് കാശ് എടുക്കാൻ വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളൊരു വേർഷൻ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ സബ്സ്ക്രിപ്ഷൻ രേണുവിനെ എടുക്കൂ, സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഒന്നും ഇടുന്നില്ല. ശരി, അവർക്ക് വയ്യ, സുഖമില്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും തീർന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ റിതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും, റിതപ്പൻ്റെ
കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി, ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല കിടിലൻ റിപ്ലൈ. എടാ അവൻ്റെ കുടുംബക്കാരുമാണ്, അവനൊരു മകനാണ്, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ ചെയ്തോളും, ബാക്കിയുള്ളവരതിൽ എന്തിനാ? രേണുസുതി ഉൾപ്പെടെ ഏതോ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് തട്ടിയിട്ടുണ്ട്, ഇവൻ വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ എൻഡ് ഓഫ് ദ ഡേ കിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഒരു വേറൊരു ഇൻഡിവിജ്വലാണ്, രേണു വേറൊരു ഇൻഡിവിജ്വൽ. അവൻ അവൻ്റെ അമ്മേനെ കാണണോ, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അവൻ തീരുമാനിക്കുക, അവൻ ചെയ്തോളും അല്ലേ? ബാക്കി നാട്ടുകാർ അതിൻ്റെ അകത്ത് ഇടപെടണ്ടോ അല്ലെങ്കിൽ സംസാരിക്കണ്ടോ? ഇതുപോലെ വീഡിയോ കിട്ടും, നീ എന്താടാ കാണാത്ത, നീ ഇച്ചി പൊക്കൂടേടോ, ഇച്ചി എന്താണ് ഇങ്ങനെ ഞാനേ അയ്യേ ഓരോ വെകളികൾ. അതൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി കിച്ചു അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചൊരു കാര്യങ്ങൾ എനിക്കത് വളരെ ഇഷ്ടമായി. കാര്യം അങ്ങനെ ഒരു സംഭവം രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിപ്പോൾ അവർക്ക് എത്ര അസുഖം ആയിക്കോട്ടെ, റിക്കവർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതവിടെ ഇപ്പോഴും സ്റ്റിൽ കിടക്കുകയല്ലേ ആ സാധനങ്ങൾ. ഇത് നാളെ ഇവരെ ഈ പറഞ്ഞ കൊച്ചു ചെറുക്കൻ ഉൾപ്പെടെ വളർന്ന് വലുതാവുന്നല്ലേ, അവനൊക്കെ അഫക്റ്റ് ചെയ്യില്ലേ ഈ ഒരു കാര്യം? ശരിയല്ലേ? എടാ ഒരു അസുഖം വന്നെന്നും പറഞ്ഞുകൊണ്ട് അസുഖം വന്ന് അവർക്ക് അത്രയും സീരിയസ് ആണെന്ന് തന്നെ വിചാരിക്കും വയ്യ ആ സ്ത്രീക്ക്, ശരി എന്നും പറഞ്ഞിട്ട് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും വാഴ്ത്തപ്പെട്ട രീതിയിലേക്ക് എടുക്കണം എന്നുള്ള അതൊന്നുമില്ല. അതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അതങ്ങനെ തന്നെ, അപരാധങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, അതിനൊന്നും ഒരു മാറ്റമില്ല. ഇപ്പോൾ അവർക്ക് വയ്യ, അത് നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും തന്നെ ആയാലും വീഡിയോ കൂടി ആയാലും, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ എടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞാൽ അവരുടെ അസുഖം ഭേദമാവട്ടെ, അവർ റിക്കവർ ആവട്ടെ, എന്നിട്ട് അവർ നല്ല ലൈഫ് നല്ലൊരു കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോട്ടെ. ഇനി ഞാൻ വേറെ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇതുപോലെ ക്യാൻസർ പിടിച്ച ലോകത്തെ ആദ്യത്തെ ആളോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ രേണുസുതി മാത്രമാണോ? അല്ല. ഇതിനു മുമ്പ് നമുക്ക് പലർക്കും അറിയാവുന്ന പല നടന്മാർക്കും നടിമാർക്കും നമ്മുടെ തൊട്ടടുത്തുള്ളവരും വീട്ടിലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അയൽവക്കത്ത് ഉൾപ്പെടെ പലർക്കും വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അവരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണോ നടന്നേക്കണത്? രേണുസുതിക്ക് മന്ത്ലി തന്നെ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ചെയ്ത് എത്ര രൂപ കിട്ടുന്നുണ്ട്? ഇതുപോലും കിട്ടാത്ത 5 പൈസ എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം പേഴ്സണലി. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇപ്പോഴും കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ സ്വന്തം ഉമ്മാൻ്റെ കയ്യിൽ 2500 രൂപയാണ്, അവരുടെ കയ്യിൽ ബാലൻസ് എന്തോ ചെറിയൊരു എമൗണ്ട് കയ്യിലുണ്ടായിരുന്നത് കൂടി അയച്ചു കൊടുത്തുനിന്ന് 9000 രൂപ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി മാത്രം ബാലൻസ് വേണമെന്ന് 25,000-ൽ. രേണുവിനുള്ള പോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതായത് കോടിക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമല്ല രേണുവിന് ഇപ്പോൾ വേണ്ടത്, കോടികളുടെ അത്ര ഒന്നുമല്ല. ഇപ്പോൾ ഈ അടുത്തൊരു 16 കോടി ഒരു കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു, എല്ലാവരും കൂടി പിരിച്ചു കൊടുത്ത് 3 ദിവസം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് അത് സെറ്റായി. ആ കൊച്ചിൻ്റെ ജീവിതം തിരിച്ചു കിട്ടി. അത്രയും കോടികളൊന്നും രേണുസുതിക്ക് എന്തായാലും ആവശ്യമില്ല. രേണുസുതിയുടെ ഇപ്പോൾ തന്നെ ഇൻകം തന്നെ ധാരാളം അവർക്ക് ജീവിച്ചു പോകാനും ഈ പറഞ്ഞ ചികിത്സയ്ക്കൊക്കെ. എന്നാലും ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ സഹായിക്കുന്നുണ്ട്. ഈ സഹായിക്കുന്നതെല്ലാം ഒരു സിമ്പതി പോലെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളും എല്ലാം. ശരിയല്ലേ? എഗെയിൻ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് രേണുസുതിക്കുള്ള അതേ അസുഖമുള്ള ഏക ഒരാൾ രേണുസുതി മാത്രമാണ്? അല്ല. ഞാൻ എൻ്റെ അതേ ടോപ്പിക്കിലേക്ക് വരാം. എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, കാശിന് നല്ല ആവശ്യമുണ്ട്. ഇത്രയും കോടികളൊന്നും വേണ്ട, ഒരു 18 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ. ഞാൻ അവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പറ്റുന്നവരിപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഇതുപോലുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അറിയപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമേ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുള്ളൂ. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ആൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറുടെ അടുത്തൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അവരെന്തോ ഒരു ടെസ്റ്റിന് വേണ്ടി ഇന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആക്കുക. വളരെ റെയർ ആയിട്ടുള്ള ഡിസീസാണ്. അത്രക്ക് പോയി ശരീരത്തിനകത്തുള്ള പല ഓർഗൻസും. ആ ഒരു സിറ്റുവേഷനിലാണ് അവളിരിക്കുന്നത്. നമുക്കൊക്കെ അത്രയും വിഷമമുണ്ട്. ഇവൻ കേൾക്കുന്ന ഏതൊരാൾക്കും വിഷമമുള്ള ഒരു കാര്യം അത്. നല്ലൊരു കരിയർ നല്ല രീതിയിൽ
പണിയെടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വീടും നോക്കി കുടുംബവും നോക്കി പൊക്കൊണ്ടിരുന്ന ഒരാളാണ്. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാകുമ്പോൾ നമ്മൾ എഫോർട്ട് ഇട്ട് നിൽക്കുക. പിന്നെ എന്നെ വളരെ അടുത്ത് അറിയാവുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് നല്ല ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസും എല്ലാം അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും പറ്റുന്ന പോലെ കുറച്ച് എമൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര വലിയ പബ്ലിസിറ്റി ആക്കിയിട്ടൊന്നുമില്ല. കാര്യം പബ്ലിസിറ്റി ആക്കാൻ നമ്മളാരും വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലടോ. അതുകൊണ്ട് അവർ മരിക്കട്ടെ എന്നാണോ? എൻ്റെ ഫ്രണ്ട് അടക്കം ഇതേ അസുഖമുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ മരിച്ചു പോട്ടെ എന്നാണോ? അവർക്കൊന്നും സഹായം വേണ്ട അല്ലേ? രേണുസുതിയുടെ കാര്യം ഞാൻ പറയാൻ വേറെ ഒന്നും കൊണ്ടല്ല. അവർക്കൊരു വരുമാനമുണ്ട് ഇപ്പോഴും. യൂട്യൂബിൽ എന്തെങ്കിലും കാണിച്ചൊരു 8 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് അവർ ഡെയിലി ഓരോ സാധനങ്ങൾ അവരുടെ അസുഖത്തിന്റെ അപ്ഡേറ്റ് ഇട്ടാൽ പോലും അതിന്റെ വ്യൂസ് നിങ്ങളൊന്ന് നോക്ക്. നല്ല റവന്യൂ ഉണ്ടാവേണ്ട അതിൽ നിന്ന്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. അതിൽ നിന്ന് റവന്യൂ ഉണ്ടാവേണ്ട. അത് മാത്രം പോലെ അവരുടെ ചികിത്സയ്ക്ക് അവർക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാൻ. എന്നിട്ടും അവരെ പേഴ്സണലി അറിയാവുന്ന ഈ ഫിലിം ഫീൽഡ്, സീരിയൽ ഫീൽഡ്, അവരെ മറ്റേ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബിഗ് ബോസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പേഴ്സണൽ ബന്ധങ്ങളാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ സാധാരണ ജനങ്ങൾ ഈ സിമ്പതിയുടെ ഒപ്പം കൂടി പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഞാനടക്കം എനിക്ക് രേണുസുതിനോട് ഇപ്പോൾ ഒരു വെറുപ്പോ യാതൊരുവിധ ദേഷ്യമോ കാര്യങ്ങളും ഇല്ല. ഞാൻ പറയുന്നത് എന്താ, അവരെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ. അവർ നല്ല രീതിക്ക് അവരുടെ കരിയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോട്ടെ. ഒരു കൊച്ചുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ എല്ലാവരും കൂടി നെഞ്ചത്തിടിച്ചിട്ട് കരയേണ്ട കാര്യമൊന്നുമില്ല. കേരളക്കരയുടെ മുത്ത് രേണുസുതി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. അവരിപ്പോൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവർ പാവമാണ്. അവരെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ വേറെ ലൈഫൊക്കെ ആയിട്ട് അവർ സ്ട്രഗ്ലിംഗ് പീരീഡാണ്. അതിനുള്ള മെൻ്റൽ സപ്പോർട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മതി, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നിയൊരു ഡൗട്ട്, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തൊരു ഡൗട്ട്, ലക്ഷ്മി നക്ഷത്ര ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്തൊരു ബൈറ്റിൽ പറയുന്നുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പം തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്. ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. ഈ ഒരു സാധനം എനിക്ക് തോന്നിയതാണ്. ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രേണുവിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നതും സൈഡ് ഇൻ്റർവ്യൂ വന്നതും പിന്നെ പല നടന്മാരുടെയൊക്കെ ഇതുപോലത്തെ അല്ലെങ്കിൽ സിനി ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ബൈറ്റ് എടുത്തിട്ടാണ് ഇതേ ചാനൽ വന്നേക്കുക. ഈ രേണുവിൻ്റെ സ്വന്തം ചാനലാണോ അത്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുമോ? എല്ലാത്തിലും BGM കുറേ കാര്യങ്ങൾ കുത്തി കയറ്റിയിട്ടിട്ട് സിമ്പതിയുടെ ഒരു അയ്യർ കളിയാണ് അങ്ങോട്ട്. ആയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഇവർക്ക് മോർ ദാൻ ഇവരുടെ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഇനഫായിട്ടുള്ള ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് രേണുസുതിയെങ്കിലും അല്ലെങ്കിൽ അത് അറിയാവുന്നവർ ഇതൊക്കെ കൗണ്ട് ചെയ്യുന്നവരെങ്കിലും ബാക്കി ഇതേ അസുഖമുള്ള ആർക്കെങ്കിലൊക്കെ ആയിട്ട് ആ ക്യാഷ് ഒന്ന് വീതിച്ച് കൊടുക്കുക. മറ്റുള്ളവരും കൂടി രക്ഷപ്പെടട്ടെ. ഈ ഒരു അസുഖം വന്നു, അവരിങ്ങനത്തെ സ്റ്റേജാന്ന് പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തി എല്ലാം കൊണ്ട് അവർക്കും വരുമാനമുണ്ട്. ഇതെന്തുവാണ് ഇത്? വേറെ ആർക്കും ഇല്ല ഈ പറഞ്ഞ അസുഖം പ്രശ്നങ്ങളൊന്നും. ഇതിപ്പോൾ മീഡിയയിൽ എല്ലായിടത്തും തന്നെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും വേൾഡിൽ ആദ്യമായിട്ട് രേണുസുതിക്കാണ് ഈ അസുഖം വന്നതെന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വിഷമമുണ്ട്, എനിക്കടക്കം വിഷമമുണ്ട്. കാര്യം അവർ കാണിച്ചുകൊണ്ട് കിടന്ന അവർ അത്രയും ആഷ്പൂഷായിട്ടുള്ള ലൈഫായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ തകർന്ന് വല്ലാത്തൊരവസ്ഥയല്ല അത്. അതിനുള്ള കാശ് അവരുണ്ടാക്കുന്നുണ്ട്, അവർ പണിയെടുക്കുന്നുണ്ട് ഇപ്പോഴും. അത് വലിയൊരു കാര്യമോ? പ്രൗഡ് ഓഫ് യു രേണുസുതി. ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാവുന്നുണ്ട്. ഞാനടക്കം കാണുന്നുണ്ട്. നമ്മളെല്ലാവരും 5-10 മിനിറ്റ് കണ്ടാൽ തന്നെ അവർക്ക് റവന്യൂ കിട്ടും. അതുപോലെ ഇനി അവരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ സഹായിക്കട്ടെ, അതുപോലെ. എന്നാലും ക്ലോസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് അവരസുഖം മാറട്ടെ, അവർ റിക്കവർ ആവട്ടെ, അവർ നല്ല രീതിയിൽ വരട്ടെ. എന്നിട്ട് അവരുടെ എന്താ പറയുക, നല്ല നല്ല സിനിമകളും എല്ലാം കിട്ടട്ടെ. നല്ല സിനിമകൾ, ഈ ഇത്രയും നാളെ കാണിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നുമല്ല. നല്ല സിനിമകളോ നല്ല റോളുകളായിട്ട് പോട്ടെ. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. എപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ആ വായും കൊണ്ട് നാവും കൊണ്ട് കാണിച്ച സാധനങ്ങളൊക്കെ ഓർക്കുമ്പോഴേക്കും സത്യം പറഞ്ഞ ദേഷ്യം തന്നെ. പക്ഷേ വേറെ അവസ്ഥ കാണുമ്പോഴേക്കും സങ്കടവും തന്നെ ഉണ്ട്. പാവം. എന്തായാലും രക്ഷപ്പെട്ട് സെറ്റായി വരട്ടെ എന്ന് തന്നെ പറയുന്നുള്ളൂ കേട്ടോ.